സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ക്ഷാമം അതിരൂക്ഷമാണ്. ക്ലാസ് എടുക്കാൻ അധ്യാപകരുമില്ലാത്ത സ്ഥിതിയാണ്. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനാ സമയത്ത് കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടർമാരെ മാറ്റി നിയമിച്ചിരുന്നു. ഇതാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി ലഭിക്കില്ലെന്ന് വന്നതോടെയാണ് മറ്റു മെഡിക്കൽ കോളേജുകളിൽ നിന്ന് 62 ഡോക്ടർമാരെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് താത്കാലികമായി മാറ്റി നിയമിച്ചത്. 2 തവണയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 31 പേരെയാണ് മാറ്റിയത്. നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിലെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്, സൈക്യാട്രി, ജനറൽ സർജറി, ഫിസിയോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫാർമക്കോളജി, അനസ്തീഷ്യ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയാണ് സ്ഥലം മാറ്റിയത്. ഇവിടങ്ങളിൽ ചികിത്സ മുടങ്ങുക മാത്രമല്ല, വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്ന അവസ്ഥയും നിലവിലുണ്ട്. മെഡിക്കൽ കമ്മീഷൻ പരിശോധന കഴിഞ്ഞ് റിപ്പോർട്ട് തയ്യാറായിട്ടും താത്കാലികമായി സ്ഥലം മാറ്റിയവരെ തിരികെ അവരവരുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് അയക്കാത്തതിനെതിരെ മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടന പ്രതിഷേധമുയർത്തുകയാണ്. 24 hours കാഷ്വാലിറ്റിയും എമർജൻസീസും ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ്സിൽ ഒക്കെ തന്നെ ഈ ഒരു പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അപ്പോൾ ഈ പോസ്റ്റുകൾ, ഒഴിഞ്ഞുകിടക്കുന്ന പോസ്റ്റുകൾ സമയബന്ധിതമായി താൽക്കാലികമായെങ്കിലും ആൾക്കാരെ പോസ്റ്റ് ചെയ്ത് അതൊന്ന് ശരിയാക്കാനുള്ളൊരു നടപടി നടക്കുന്നില്ല. അതൊരു ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം താൽക്കാലികമായി വിളിക്കുമ്പോൾ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർക്ക് 70,000 രൂപയാണ് കൊടുക്കാൻ പറ്റുക മാക്സിമം. അപ്പോൾ ആ ഒരു വേതനത്തിന് ആരും വരാൻ തയ്യാറാവില്ല. അപ്പോൾ അതിന് ഒരു ബദൽ സംവിധാനം എന്തായാലും ഗവൺമെൻറ് കണ്ടുപിടിച്ചേ മതിയാവും. നിലവിൽ സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ എൻട്രി കേഡറിൽ തന്നെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നിരവധിയുണ്ട്. അതേസമയം ഈ സർക്കാർ വന്നതിന് ശേഷം 270 പോസ്റ്റുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വാദം. എന്നാൽ സീനിയർ റെസിഡന്റ് തസ്തികയിലാണ് കൂടുതൽ നിയമനങ്ങൾ എന്ന് ഡോക്ടർമാർ ഖണ്ഡിക്കുന്നു. അവർക്ക് സ്ഥലം മാറ്റം പോലും ഉണ്ടാകാറില്ല. അങ്ങനെയെങ്കിൽ പുതിയ നിയമനമായി എങ്ങനെ കണക്കാക്കുമെന്നതാണ് ചോദ്യം. മതിയായ അധ്യാപകരും സൗകര്യങ്ങളും ഇല്ലാത്തതിനാൽ കഴിഞ്ഞ തവണ തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്ക് 5 ലക്ഷം രൂപ വീതവും മറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് 3 ലക്ഷം രൂപ വീതവും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പിഴ ഈടാക്കിയിരുന്നു. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.